ഹലോ എവ്രി വൺ, വെൽക്കം ടു ആറ്റിങ്ങൽ കരാട്ടെ വ്ളോഗ്സ്. ഇപ്പോൾ നമ്മുടെ ഈ വരുന്ന 15, 17, 26 തീയതി നമ്മുടെ കോച്ചസ് കോൺഫറൻസ് നടക്കാൻ പോവാണ്. ആക്ച്വലി നമ്മുടെ മൂന്നാമത്തെ കോച്ചസ് കോൺഫറൻസ് ആണ്. വി ആർ റിയലി എക്സൈറ്റഡ്. ഇപ്രാവശ്യം നമ്മൾ അത്യാവശ്യം ഗ്രാൻഡായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ഈ നൈക്കൺ, പിന്നെ ക്രെസിമെൻറ്റോ, ഇപ്പോൾ ഇൻഹീനിയോ എന്നാണ് പേരിട്ടിരിക്കണം. ഇവിടെ കോച്ചസ് കോൺഫറൻസിൻ്റെ ഓരോ വർക്കുകളൊക്കെ ബിഹൈൻഡ് ദ സീൻസ് നമ്മുടെ ഇതെല്ലാം റെഡിയാക്കുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷാനെയാണ് പിക്ചർ വരയ്ക്കുന്നത്. ഐശ്വര്യ ഇഷാനയും കൂടിയിട്ടാണ് ഇത് പെയിന്റ് ചെയ്യണെല്ലാം. അത് എല്ലാ ട്രെയിൻസും കിട്ടൂല. ഇന്ന് ഇത് നമ്മുടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം തീരാറായി. 25-നെ കുറിച്ച് എന്താ അഭിപ്രായം സൂരജ്? Oh, nice. It's really nice. ഇതാണ് നമ്മുടെ പരിപാടി ഇൻഹീനിയോ 2025. എപ്പത്തീരും ഇഷാന ചേച്ചി? അങ്ങനെ നമ്മുടെ ഒഫീഷ്യൽ വെൽക്കം കിറ്റ് വാങ്ങാൻ നമ്മുടെ ഈ ഇൻഹീനിയോന്റെ ആദ്യം ദേവസൂര്യാണ് വന്നിരിക്കുന്നത്. വാ ലെറ്റ്സ്. എങ്ങനെയുണ്ട് ദേവസൂര്യ? കിറ്റൊക്കെ നോക്കി. നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട്, എന്താ തോന്നണ? കിറ്റൊക്കെ പുതിയൊരു കാര്യമല്ലേ? ഇന്നോവേഷൻ ഇത് വളരെ സൂപ്പറാണ്. ഹലോ സെൻസേ, നമ്മുടെ ബ്ലോഗിലേക്ക് ഹായ് പറയോ? ഹായ്. ഈ ഷർട്ട് അടിപൊളിയാണ്, നല്ല കോട്ടന്റെ തുണിയാണ്. നമ്മളെ ഇതിപ്പോ മൂന്നാമത്തെ കോൺഫറൻസ് ആണ് ഇൻഹീനിയോ. എന്താണ്, എക്സൈറ്റഡ് ആണോ? എങ്ങനെയുണ്ട് നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ ഇത്ര മർച്ചൻഡേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ആദ്യം കോൺഫറൻസ് നടത്തിയപ്പോൾ നമുക്കൊരു ഫയലെല്ലാം കിട്ടിയിരുന്നു. എന്താണ് സെൻസേക്ക് പറയാനുള്ളത്? ഫസ്റ്റ് നമ്മുടെ നൈക്കൺ അല്ലേ, നൈക്കണിൽ എന്താണ് നമുക്ക് കിട്ടിയ ഒരു ഫയല്, ഒരു നോട്ട്ബുക്കും ഇത്രയൊക്കെ മാത്രമേ അന്ന് നമുക്ക് കിട്ടിയിരുന്നത്. ഇത് നമ്മുടെ മൂന്നാമത്തെ. ഇതിന്റെ പരിപാടി എന്താണ്? അതിന്റെ പേരെന്താണ്? എനിക്ക് വായിക്കാനേ പാട്. സൂരജാണ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റില്. സൂരജ് സാജു സെൻസേനെ കൊണ്ട് എല്ലാം ഒന്ന് നമ്മുടെ പെയിന്റിംഗ് അവസാന ഘട്ടത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇഷാന പറയാനുള്ളത്? അങ്ങനെ സെൻസേ വന്നിട്ടുണ്ട് നമ്മുടെ വെൽക്കം കിറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സെൻസേ നമ്മുടെ വ്ളോഗാണ്, ഒരു ഹായ് പറയോ വ്ളോഗില്? ഇപ്രാവശ്യം നമ്മുടെ മൂന്നാമത്തെ കോൺഫറൻസ് ആണ്. ഇൻഹീനിയോനെ കുറിച്ച് എന്താ സെൻസേ പറയാനുള്ളത്? ഇൻഹീനിയോ നമ്മുടെ കോച്ചസിൻ്റെ ഒരു റിസോഴ്സ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് കരാട്ടെ രംഗത്ത് കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാനും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആ ഒരു ആശയമുള്ളതുകൊണ്ട് പ്രവർത്തിക്കുന്നതിനുമൊക്കെയുള്ള എബിലിറ്റി ഉണ്ടാക്കുകയാണ് നമ്മുടെ ഈ ഇത്തവണത്തെ കോൺഫറൻസ് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഹായ്, ഗുഡ് ഈവനിങ്. ആദ്യത്തെ വിപുലമായ കോച്ചസ് കോൺഫറൻസ് എന്തുകൊണ്ടും സൂപ്പറായിരിക്കും. ഡേ 3 നമ്മുടെ മർച്ചൻഡേസ് സെലക്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഇത് അമൽ ഫൈസൽ സെൻസ് ചെയ്ത് സൂരജ് സെൻസ്. സൂരജ് എന്താണ്, എങ്ങനെയുണ്ട് അഭിപ്രായം? സാധനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സെൻസ് എക്യുപ്മെന്റ്സ് എല്ലാം എന്താണ്? നമ്മുടെ ഇൻഹീനിയോ 2025-നെ കുറിച്ചുള്ള അഭിപ്രായം?
അതിന് നല്ല എന്താണ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവം നമ്മളോട് അറിയാനായിട്ടുള്ള ആകാംക്ഷയിലിരിക്കുക. ദിവ്യ ഫസ്റ്റ് കോച്ചസ് കോൺഫറൻസ് ആണ്, എന്താണ് അഭിപ്രായം? ടെൻഷനുണ്ട്. ഫസ്റ്റ് കയറിയപ്പോഴത്തേക്ക് ഞാൻ ലേശം തെറ്റിച്ച്, ഇനി ഇതുവരെ കയറി ഒന്ന് ബെറ്റർ ആവണം. കോച്ചസ് കോൺഫറൻസോ? അല്ല, കോച്ചസ് കോൺഫറൻസ് കയറി ഒന്ന് ബെറ്റർ കോച്ചായിട്ട്. അതെ 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 അതെ, വെരി ഗുഡ്. എന്താണ് കോച്ചസ് കോൺഫറൻസിനെ കുറിച്ച്? എക്സൈറ്റഡ് ആണ്. എന്താണ് കോച്ചസ് കോൺഫറൻസ്? എന്താണ് കോച്ചസ് കോൺഫറൻസ്? ഇൻഹീനിയോ 2025. അത് നമ്മുടെ കോച്ചസ് കോൺഫറൻസിന്റെ പേരാണ് അല്ലേ? അതെ. എന്താണ് ഇൻഹീനിയോ 2025നെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. എങ്ങനെയുണ്ട് കിറ്റെല്ലാം? കിറ്റെല്ലാം വളരെ അടിപൊളിയാണ്. എല്ലാവരും ഇട്ട് വരുമ്പോഴത്തേക്ക് ഒരു അറിയാൻ പറ്റും. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെയും ഈ സെമിനാർ ബലൂൺ പൊട്ടിച്ച് നിങ്ങളുടെ കിളികളെല്ലാം ഫ്രീ ആവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫ്രീ ആവണം കേട്ടോ. നിങ്ങളുടെ സമ്പത്ത് പറഞ്ഞ് വളരെ കറക്റ്റാണ്. നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഇപ്രാവശ്യം ഇഹാനിയോ എന്ന് പറയുന്നത് റിസോഴ്സ്ഫുൾ ആവുക, അല്ലെങ്കിൽ ഒരു ഐഡിയയും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ടൈം ഗ്യാപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇഹാനിയോ എന്ന് പറയുന്ന സ്പാനിഷ് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ലഞ്ച് എങ്ങനെയുണ്ടായിരുന്നു? ലഞ്ച് അടിപൊളിയായിരുന്നു. എന്ത് അവനി ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ? സൂപ്പർ സൂപ്പർ. ഫസ്റ്റ് ആയിട്ടുള്ള സംഗതി അത് കുറെ സമയം എടുത്ത് നല്ല കോമഡി ആയിട്ട് നല്ല എടുത്തെങ്കിലും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു പല വിഷയത്തിലും. അതെല്ലാം ചോദിച്ച് അപമാനങ്ങൾ ഏറ്റുവാങ്ങിയാണ്. കളിയാക്കലുകൾ. മീറ്റിംഗ് മൊത്തത്തിൽ എല്ലാം എല്ലാ രീതിയിലും ക്ലാസ് ആയാലും അറേഞ്ച്മെന്റ് എന്തായാലും എല്ലാം അടിപൊളിയായിരുന്നു. ഒരു തുടക്കം എങ്ങനെയായിക്കോട്ടെ, പക്ഷേ അത് നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ. നമ്മുടെ നീഡുകൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കണം. ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നീഡ്. ഒറ്റ മിനിറ്റ് കൊണ്ട് പോയ കസ്റ്റഡി മുഴുവൻ തിരിച്ചു വന്നു കഴിഞ്ഞു. സിസ്റ്റം റീബിൽഡ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ ആ സാധനം പിന്നെ വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആ മാലിന്യത്തെ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് റീയൂസ് എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ കഴിയും. ഉണ്ണിയും വെള്ളയുമല്ല, മറ്റേ യോക്ക് മാത്രം എടുത്തിട്ട് വെള്ളം മാത്രം കഴിക്കാനുള്ള സെറ്റപ്പ് നമുക്കില്ല. ഇത് മിക്സ്ഡ് ആണ്. ഇനി നിരവധി ക്ലാസ്സുകൾ വന്നാൽ മാത്രമേ എനിക്കും നിങ്ങൾക്ക് പലതും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരു പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കുന്ന എഫർട്ട് കരാട്ടെ ക്ലബിന്, ആറ്റിങ്ങൽ കരാട്ടെ ക്ലബിന് പ്രത്യേകം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അവരെ അഭിനന്ദിക്കുന്നു.